അനീഷിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ആരെയും പരാജയപ്പെട്ടു. ബിഗ് ബോസ് പണി കൊടുത്ത ദിവസം. ബിഗ് ബോസിൽ ഇന്ന് പണി കൊടുത്ത ദിവസമാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും പണിയാണ്. ആദ്യത്തെ പണി കൊടുത്തത് നമ്മളിന്ന് അതിന്റെ വീഡിയോ ചെയ്തതായിരുന്നു. അതായത് ഫാമിലി ടാസ്ക് എന്നും പറഞ്ഞു. അതായത് 10-12 എപ്പിസോഡ് കഴിഞ്ഞ് ചെയ്യുന്നതിനകത്ത് ഇവരെ എല്ലാരെയും മന്ദബുദ്ധികളാക്കി 750 പോയിന്റ് ബിഗ് ബോസ് തന്നെ തിരിച്ചെടുത്ത്. അങ്ങനെ ആദ്യത്തെ പണി കിട്ടി. ഇനിയും ആ പേടിയിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ടാസ്ക് വരുന്നത്. അതായത് ആക്ടിവിറ്റി ഏരിയയിൽ വന്നിട്ടുള്ള, അതായത് 3 പേരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞ വോട്ടിങ്ങിലൂടെ 10 വോട്ട് അനീഷിന്, 10 വോട്ട് ജിസേലിന്, 10 വോട്ട് ആര്യന് കിട്ടി. അപ്പൊ ക്യാപ്റ്റൻ ആണല്ലോ ആര്യൻ. അപ്പൊ അങ്ങനെ ആര്യൻ കുറച്ച് 1-2 ദിവസമായിട്ട് ഇച്ചിരി നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരുമായിരുന്നു ക്യാപ്റ്റൻസിയിൽ. അപ്പൊ അതുകൂടി ഇന്ന് കളഞ്ഞു പൊളിച്ചു. അത് ഇപ്പം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഈ പിന്നെ പറയുന്ന അവിടെ ഉള്ള ടാസ്ക് ചെന്ന് വായിച്ച് ഓരോരുത്തർക്കും ഓരോ 1-2-3 പോളുകളുണ്ട്. ആ 1-ല് അനീഷ് നിൽക്കുന്നു, 2-ൽ ആര്യൻ നിൽക്കുന്നു, 3-ൽ ജിസേൽ നിൽക്കുന്നു. അവര് 3 പോയിന്റുകളിലായിട്ട് ഓരോ ലെറ്റർ വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുക, ആക്ട് ചെയ്യുക. അതാണ് ഈ ടാസ്ക്. അതിനകത്ത് ഈ അനീഷ് ആദ്യം എടുത്തു നോക്കിയപ്പം ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് തീരുന്നിടം വരെ മിണ്ടാതിരിക്കുക. ദാഗടക്കുന്നു. അനീഷ് പിന്നെ ചത്ത ശവമായിട്ട് ഇങ്ങനെ നിൽക്കുക. അനീഷിനെ കൊന്നാൽ അനീഷ് ബിഗ് ബോസ് പറയുന്ന അത് അങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അനീഷ് മിണ്ടിയില്ല. എന്ന കാര്യം വെച്ചാൽ ആദ്യത്തെ പണി ബിഗ് ബോസ് കൊടുത്തുകൊണ്ട് ഏതിന്റെ പണിയല്ലേ, ഏത് രീതിയിലും പണി വരുമെന്ന് അനീഷിനറിയാം. അനീഷ് ബുദ്ധിപൂർവ്വം കളിച്ചു. ആ ടാസ്കിന്റെ സ്പിരിറ്റ് എടുത്ത് കളിച്ച് അനീഷ് മാത്രമാണ്. ഇന്ന് അതുകൊണ്ട് എന്ത് വേണ്ടി അനീഷിന് ഈ എന്തെങ്കിലും പോയിട്ടുള്ള പുള്ളിയുടെ ഇമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കുകയാണ്. ആര്യൻ ഇച്ചിരി കയറി വന്നതാണ്. പക്ഷെ ആര്യൻ ഇന്ന് ഏറ്റവും വലിയൊരു മണ്ടത്തരം കാണിച്ചു. രണ്ടാമത് നിന്ന് ആര്യന് കിട്ടിയത് തല മുണ്ടനം ചെയ്യുക, മുട്ടയടിക്കുക. 3ാമത് ജിസേലായിരുന്നു. ജിസേലിന് ജ്യൂസ് കുടിക്കുക. അത് ഈസിയാണല്ലോ, ജ്യൂസ് കുടിക്കുന്നു. അപ്പം ജിസേലിനെ സംബന്ധിച്ച് മുട്ടയടിക്കുന്ന സ്ത്രീകളാണ്, പറ്റത്തില്ല. അത് പറ്റത്തില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഹിന്ദിയിലുള്ള ബിഗ് ബോസുകളില് എന്തിന് പുരികം വടിച്ചിട്ടുണ്ട്, മുടി മുട്ടയടിക്കില്ല, മുടി കട്ട് ചെയ്ത് കളഞ്ഞവരുണ്ട്. പുറയുന്ന മുടി കട്ട് ചെയ്ത് കളഞ്ഞ ലേഡി കണ്ടസ്റ്റൻസ് ഹിന്ദിയിലുണ്ട്. അപ്പൊ ബിഗ് ബോസ് എപ്പോഴും അതൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ബിഗ് ബോസിന്റെ ഒരു രീതി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? കേരളക്കാർക്ക് ഈ നമ്മുടെ മുടി സൗന്ദര്യം ഇതൊക്കെ പറയുന്നത് മണ്ണാങ്കട്ടെന്നും പറഞ്ഞിരിക്കുന്നവരാ. ഇത് നാളെ കിളിച്ചു വരും എന്നുള്ള ഒരു ധാരണയൊന്നും ഇവർക്ക്, ചെറുപ്പക്കാരല്ലേ, പ്രായമായ നമ്മുടെ കൂട്ടർക്ക് മുടി ഇരിക്കാതിരിക്കത്തുള്ളൂ. ഇവരെന്ത് ചെയ്തു? അനീഷ് ജന്മം ചെയ്താൽ മിണ്ടത്തില്ല. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ 3 പേരും കൂടെ തീരുമാനിക്കുക ആർക്കൊക്കെ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിടാമെന്ന് പറഞ്ഞു. അനീഷ് മിണ്ടത്തില്ല, ജന്മം ചെയ്താൽ മിണ്ടത്തില്ല. എല്ലാരും കൂടെ ഓടി വന്ന് ആര്യന്റെ അടുത്ത് പറഞ്ഞു നീ തല മുട്ടയടിക്ക്. പിന്നെ ഈ ആര്യൻ കളിച്ചൊരു കളി എന്ന് പറഞ്ഞാൽ ആര്യന്റെ ഒന്നോർത്താത് നല്ലൊരു കാര്യമാണ്. ആര്യന് ബാഡ്ജുണ്ട്. ബാഡ്ജുള്ളപ്പോ അവന് കിട്ടേണ്ട ഇതെല്ലാം സാധനങ്ങളെല്ലാം അവന് കിട്ടി. മറ്റുള്ളവരുടെ സാധനത്തിനും ഇതിനും വേണ്ടിയിട്ട് 1000 പോയിനെന്തിനും ഞാൻ കളഞ്ഞ് തല മുട്ടയടിക്കുന്നേ. അങ്ങനെ തല മുട്ടയടിക്കുകയാണെങ്കിൽ ഈ അവനുള്ള ബെനിഫിറ്റ് എന്താ? അവൻ ആ 1000 പോയിന്റ് അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കൈ വന്ന ഭാഗ്യങ്ങളെല്ലാം ഇവര് കളഞ്ഞു പിടിച്ചു. പക്ഷെ വേറെ മറ്റു കണ്ടസ്റ്റൻസ് പറയുന്നു ഞങ്ങളായിരുന്നു ചെയ്തതെന്ന് പറയുന്നുണ്ട്. പലരും ഉണ്ട് അവിടെ. ഇവർക്ക് പിന്നാണ് ഭൂതോദയം വന്നത്. ഈ ശരിക്കും അനീഷിന് കൊടുക്കുവാണേലും അനീഷ് തിരിച്ച് ആര്യന് മിണ്ടാതിരിക്കുന്ന ടാസ്ക് കൊടുക്കാം എന്നുള്ള വേണം ചെയ്യാം. പക്ഷെ അനീഷ് പറയുന്നത് ആര്യൻ ഇത് കൊടുക്കുമ്പം ആ ടൈമിലെങ്കിലും സംസാരിക്കുന്ന ആ ഒരു ഇത് വന്നിട്ട് പോയില്ലേ ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം, അത് ഫൗളാവുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല, ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുത്തതാണ്. അനീഷ് അത് ചുമ്മാ പറഞ്ഞതായിരിക്കും, എന്തായാലും അത് ഗെയിമിന്റെ ഭാഗമായിരിക്കും. പക്ഷെ അനീഷ് കുറച്ചൊരു കണ്ടസ്റ്റന്റ് ആയി മാറി.
വീണ്ടും തന്റെ സീറ്റിൽ നിന്ന് ഉറപ്പിച്ചു. ആര്യൻ പളവളവള വർത്താനമല്ലാതെ എന്താണ് ഹ്യൂമാനിറ്റി. ആദ്യമൊക്കെ ഈ അനീഷ് പിന്നെ വേറൊരു മുഖത്തിൽ നിന്നപ്പോ ഹ്യൂമാനിറ്റി പറഞ്ഞ് ഇവരൊക്കെ പിടിച്ച ഒരു സാധനം ഉണ്ടല്ലോ, അതേ പിടിച്ച് നിൽക്കുക. ഹ്യൂമാനിറ്റിയെല്ലാം എടുത്ത് കളയടേ. ടാസ്കും മൈൻഡും ഫിസിക്കലും ഒക്കെ അവിടെ ഇറക്ക്. പല രീതിയിലുള്ള പണികളാ തരുന്നത്. ഇന്ന് 750 പോയിന്റ് പോയിട്ട് ഇവൻ തരമുണ്ട്. ഇവർക്ക് പേരുണ്ട്. അനീഷ് ആണെങ്കിലും എടുത്തു കഴിഞ്ഞത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് തലമുണ്ടനം ചെയ്യാൻ അനീഷ് അങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. ബിഗ് ബോസ് സമ്മതിച്ചേനെ. ആണെങ്കിലേ തല മുട്ടയടിക്കുകയാണെങ്കിൽ അനീഷിന് മുടി 3 മാസത്തിനും കിളിച്ചേനെ. പക്ഷെ അനീഷിന് ഭയങ്കര ഒരു ഗോളായിരുന്നു. കളഞ്ഞെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പൊ എന്തായാലും ശരി, ജിസേലൊക്കെ എനിക്കത് പറ്റില്ല, എന്റെ സൗന്ദര്യം ഇവിടെ, എനിക്ക് കോസ്മെറ്റിക്സ് ഒന്നാമതില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് എന്ത് പറയാനാ. ഞാനും പിന്നെ ഞങ്ങൾ 2 രൂപയുടെ ജ്യൂസ് കുട്ടിച്ചോളാം ആര്യന്യമായിട്ട്, അതുകൊണ്ട് അനീഷ് തലമുട്ടയടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നടന്നില്ലെന്നു. എന്തായാലും ശരി, എല്ലാം ഗോവിന്ദയായി. എങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമസ്കാരം. അനീഷ് നമ്പർ 1.